ഒരു ഇളം നീല നിറത്തിലുള്ളൊരു ഇൻലൻഡ് കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഗൃഹാതുരത്വം ഉണ്ടല്ലോ. അതാണ് ഈ മനുഷ്യൻ്റെ കഥ പറച്ചിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. രാഹുൽ രാമചന്ദ്രനാണ് ചേരുന്നത് ക്ലോസ് ആൻഡ് പേഴ്സണൽ പോഡ്കാസ്റ്റ് സീരീസിൽ അതിഥിയായി. നമസ്കാരം. 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 നമുക്ക് പല രീതിയിൽ രാഹുൽ എന്നുള്ള മനുഷ്യനെ അറിയാം. ഡയറക്ടറായിട്ട് അറിയാം, ശ്രീവിദ്യയുടെ പാർട്ട്ണറായിട്ട് ഒരുപാട് പേർക്ക് അറിയാം. അതാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് അതായിരിക്കും. അതെ, ഇതിനപ്പുറത്ത് ഇത്രയും സൂത്തിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലറായിട്ട് അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല. ഇതെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? ഡിസ്കവറിങ് എവിടെ നടന്നത്? ഭയങ്കര രസം അത്. സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അറിയാം, വിഷ്ണു നന്നായിട്ട് അറിയാം. വിഷ്ണുവിനെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സിനിമ എന്തായെന്ന് ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ 251ാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി അതിൻ്റെ പുറകെ പല പല കാരണങ്ങളാൽ ഇങ്ങനെ എല്ലാം ആയി തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടു പോകുന്നതും പിന്നെ കല്യാണം കഴിഞ്ഞു സെപ്റ്റംബറിൽ. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 1 വർഷമാകുന്നു. സെപ്റ്റംബറിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഒന്നും അങ്ങോട്ട് അനങ്ങുന്നില്ല. ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അതായത് രാവിലെ എണീക്കുന്നു, ഈ സിനിമയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കാണാൻ പോകുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നതല്ലാതെ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഭയങ്കര തോന്നൽ. ലൈഫ് അപ്ഡേറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ബേസിക്കലി ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ ശ്രീവിദ്യയുടെ ഹസ്ബൻഡാണ്. അപ്പം പലരും വെളിയിലിറങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും സുരേഷ് ഗോപി സാറിൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ കണ്ട ആൾക്കാരോട് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥ വരും. അതായത് 2 വർഷം മുന്നേ കണ്ടപ്പം ചോദിച്ച അതേ ആളിനെ പിന്നെ ഒരിക്കൽ കാണുമ്പോഴും അയാൾ ചോദിക്കും എന്തായി. അപ്പോൾ ഞാൻ പറയുകയാണ് സുരേഷ് ഗോപി പടമുണ്ട്, പക്ഷെ എന്നാണ് ഏതാണെന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക ഒറ്റപ്പെട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, ചിന്നു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, എന്തായാലും വിഷ്ണുവിന് അറിയായിരിക്കും, ശാന്തനു സുരേഷ് എന്നാണ് പേര്, വഴിയരികിൽ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നത് ഇത് കേട്ടിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എല്ലാ ദിവസവും. മിക്ക ദിവസങ്ങളിലും ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് കണ്ടിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും, നല്ല സ്വപ്നം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ദിവസം സാന്ത്വന ചേട്ടന് മെസ്സേജ് അയച്ചു, സാന്ത്വന ചേട്ടാ നല്ല രസമാണ് നിങ്ങളുടെ പരിപാടിയൊക്കെ, എനിക്ക് ഇതേപോലെ ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ല. കാരണം പുള്ളി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, എനിക്കങ്ങനെ ട്രാവലും ഇല്ല, വളരെ കുറച്ചാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കല്യാണത്തിന് ശേഷം എൻ്റെ ട്രാവൽ കൂടിയിട്ടുണ്ട്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുന്നത് അതെ ചെറിയൊരു ട്രാവൽ അല്ല, എല്ലാവർക്കും കിട്ടുന്ന ട്രാവലും അല്ല. വർഷത്തിലൊക്കെ ഒരിക്കലായിരിക്കും ബാക്കിയുള്ളവർ പോകുന്നത്. പക്ഷേ എനിക്കിത് എല്ലാ ആഴ്ചയിലും ഉണ്ട്, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സാന്ത്വന അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ സാന്ത്വന പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തു രാവിലെ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാന്ത്വന ചേട്ടൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ചിന്നോട് പറഞ്ഞു, ചിന്നു അപ്പം സെക്കൻഡ് ഹണിമൂൺ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബാലിയിലോട്ട്. അപ്പോൾ ഞാൻ ചിന്നോട് പറഞ്ഞു, ചിന്നു ബാലി ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ നൈസായിട്ട് ഇതേപോലെ ഒരു പരിപാടി ശാന്തനു ചേട്ടനെ പോലെയല്ല, പക്ഷേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബാലി പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഫുൾ ഐറ്റിനറി കിട്ടി, ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന ഷോർട്സ് എടുക്കണം, എല്ലാ റെഫറൻസും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കാണ് ചിന്നു പറയുന്നത് തെയ്യം കാണാൻ, കാസർഗോഡ് തെയ്യം കാണാൻ പോകുന്ന ടൈമായി. അപ്പോൾ ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പ്രേമിക്കുന്ന സമയത്ത് മൊത്തം ചിന്നു ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഈ കാസർഗോഡിലെ തെയ്യം കഥകളാണ്. ഭയങ്കര നമ്മൾ ഈ തിരുവനന്തപുരം തെക്കന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ബന്ധവുമില്ല, ഒരു അറിവുമില്ല, ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. വിഷ്ണുവിന് അറിയാമോ? നമുക്ക് എന്താണ് ഇതെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വീഡിയോസിൽ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിന്നു ഇത് കാണാൻ പോകാമെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു. ഞാൻ പറയുന്നത് ശരിയെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ചിന്നു നമുക്കൊരു ട്രയൽ, ഞാൻ ഈ ബാലിയുടെ ഒരു ട്രയൽ നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ചെയ്തു നോക്കാൻ പോവുകയാണ്. ഇത് അപ്ലോഡ് ചെയ്യത്തൊന്നുമില്ല, നമുക്ക് ചുമ്മാ എഡിറ്റ് ചെയ്ത് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഞാൻ ഷൂട്ട് ചെയ്യാണ്. ഈ സാധനം ഞാൻ കാസർഗോഡ്, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, തെയ്യം ഒന്നും കാണിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി ചിന്നുവിൻ്റെ വീട്ടിലിരുന്ന് തന്നെ രാത്രി വെറുതെ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ മൊബൈലിൽ ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുത്തു നോക്കി. വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റീൽ അപ്ലോഡ് ചെയ്യുന്നത്. വൈകുന്നേരം എനിക്കൊന്നൊരു 4 സ്വന്തം റീൽ, അതെ എൻ്റെ വോയിസിൽ ഒരു റീൽ, അല്ലെങ്കിൽ മറ്റേ റൊമാൻസ് ആണ് മൊത്തം. ഞാൻ ചിന്നും കൂടെ നടന്നു വരുന്നു, ചരിഞ്ഞു നിൽക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാനിത് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നു. ഒരു 8 മണിക്കകത്ത് ഇത് 1 മില്യൺ വ്യൂസ് ആവുകയാണ്. 1 മില്യൺ വ്യൂസും എനിക്കിങ്ങനെ ഓരോ സ്ക്രോളിലും ഈ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ 100 ആണല്ലോ ഇപ്പോൾ മാക്സിമം കാണിക്കുന്നത്, ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലസ് ഇഷ്ടം പോലെ മെസ്സേജ് വരും, ചേട്ടാ എന്ത് രസമാണ് ചേട്ടൻ്റെ സൗണ്ട്, ചേട്ടൻ പറയുന്ന രീതി എന്ത് രസമാണ്, നിനക്ക് വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കറിയാം നീ ചോദിക്കുമെന്ന്, ഇവിടെ തെളിവ് കാണിക്കണം, അതുകൊണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഞെട്ടലാണ് സത്യം പറയാം. കാരണം എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് എനിക്കറിയത്തില്ലല്ലോ, നമ്മളറിയുന്നില്ലല്ലോ നമ്മുടെ സൗണ്ട്. പണ്ട് ഈ കാമുകിമാർ ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് രാത്രി എൻ്റെ സൗണ്ട് നല്ല രസമാണെന്ന്, ചിന്ന ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ല പുറത്തങ്ങനെ ആരും പറഞ്ഞ് എനിക്കറിയത്തില്ല.
സത്യമാണ്. അപ്പം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഇത് സംഭവം ശരിയാണ്, രസമുള്ള പരിപാടിയാണല്ലോ എന്ന്. അപ്പം നെക്സ്റ്റ് ഡേ തെയ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തെയ്യം ഷൂട്ട് ചെയ്തു. ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നു, അതേ റെസ്പോൺസ്. മൂന്നാമത്തെ ദിവസം തെയ്യം കാണുന്നു, വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, അതേ റെസ്പോൺസ്. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പടമൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കത്തില്ലേ, ഏതൊരു 100 ദിവസം അടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് വരുന്ന മെസ്സേജസും ഭയങ്കരമായിട്ട് എനിക്ക് ആ സാധനവും കിട്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാ 2 ദിവസം കൂടുമ്പോഴും എൻ്റെ പടം ബ്ലോക്ക് ബസ്റ്ററാണ്. പടം ചെയ്തില്ലെങ്കിൽ പോലും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു വൺ ലൈനിൽ പറഞ്ഞാൽ സിനിമ ഡിലേ ആവുന്നതിൻ്റെ ഡിപ്രഷനിലും വിഷമത്തിലും ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന ഒരു സാധനമാണിത്. അല്ല എൻ്റെ ഒന്നുമല്ല, ഞാൻ വളരെ വെറുതെ ചെയ്തു നോക്കിയൊരു സാധനം ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നതും അതേസമയം ഞാൻ കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഞാൻ ഒരുപാട് മെസ്സേജ് വരും, ചേട്ടാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഒരു ചായ കുടിച്ച് ചേട്ടൻ്റെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കിട്ടുന്നൊരു മനസ്സമാധാനം ഭയങ്കരമാണ്. ഇതൊന്നൊന്നുമല്ല, ഒരുപാട് മെസ്സേജ് വരും. ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തും വന്നു, വിഷ്ണുവിനെ അറിയാമെന്നുള്ള ഒരാളും എനിക്ക് മെസ്സേജ്, അത് ഇപ്പം വിഷ്ണു പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് മെസ്സേജ് വരും. വിഷ്ണു ഭയങ്കര രസകരമായിട്ടുള്ള ഏറ്റവും രസമുള്ളൊരു മെസ്സേജ് ഞാൻ പറയട്ടെ, മെനഞ്ഞാന്ന് വന്നതാണ് കേട്ടോ. എനിക്കൊന്നൊരു വെളുപ്പംകാലം 3 മണിയൊക്കെ ആയപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. ഞാൻ രാത്രി ഇരുന്നാണ് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ. അപ്പം 3 മണിക്ക് ഈ മെസ്സേജ് വരികയാണ്. ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ മെസ്സേജ് ഇതാണ്, ചേട്ടാ ഞാനിപ്പം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാട്ടോ. ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഇപ്പം ഞെട്ടി എണീറ്റു ചേട്ടാ, വേറൊന്നുമല്ല, ഞാനൊരു സ്വപ്നം കണ്ടു. ചേച്ചിയും ചേട്ടനും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെയും ചേട്ടൻ പിടിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്നു. ചേച്ചി 2ാമത് പ്രഗ്നൻ്റാണ്, ചേച്ചി അകത്തുണ്ട്. ചേച്ചി പ്രഗ്നൻസി കഴിഞ്ഞൊരു പെൺകുഞ്ഞ് ചേട്ടന് കിട്ടുന്നു. നേഴ്സ് ചേട്ടൻ്റെ കയ്യിൽ പെൺകുഞ്ഞിനെ കൊണ്ടുവരുന്നു. ആ മൊമെൻറ്റ്സ് ഞാൻ സ്വപ്നം കണ്ടു. അതായത് ഈ കുട്ടി റീലാക്കിയിട്ട് അവൾ ആ കുഞ്ഞ് ആ പെൺകുട്ടി സ്വപ്നം കണ്ടു. അതായത് ഞങ്ങളുടെ ലൈഫ്, ഞങ്ങൾ കാണുന്ന സ്വപ്നം അവൾ കണ്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നമ്മൾ രണ്ടുപേരും, ഞാൻ കാരണം ചിന്നു അല്ലെങ്കിൽ ചിന്നു കാരണം ഞാനും അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ സ്വപ്നം കണ്ടേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഞാൻ പോലും കാണാറില്ല അങ്ങനെ. മനസ്സിലായി, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കാണും, പക്ഷേ ഇത് ഞാൻ പോലും കാണാത്തൊരു സ്വപ്നം നമുക്ക് വേണ്ടിയിട്ട് ആരാന്ന് പോലും അറിയാത്ത ഒരാൾ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുകയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരുപാട് മെസ്സേജ്. ചേട്ടാ ഞാൻ വീട്ടിൽ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിപ്രഷനിലിരിക്കുമ്പോൾ ചേട്ടൻ്റെ വീഡിയോ അറിയാണ്ട് കണ്ടുപോയി. അങ്ങനെ ഇരുന്ന് ഞാൻ മൊത്തം വീഡിയോസും കണ്ടു. ഭയങ്കര സൂതിങ് ആണ് കേട്ടോ, എനിക്കിങ്ങനെ ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ ഇതിനേക്കാളും ഒന്നും എന്താ പറയുക വിഷ്ണുവേ, ഒരു പടം ഈ പറഞ്ഞ പോലെ 100 കോടി അടിച്ചാൽ പോലും കിട്ടാത്ത, എനിക്ക് അപ്പോൾ പോലും ഇത്രയും സന്തോഷമൊന്നും കിട്ടരുത്. കാരണം ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു കണ്ടു കഴിഞ്ഞു. പക്ഷെ ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കാരണം ഞാനും സന്തോഷിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ചിന്നുവും സന്തോഷിക്കുന്നുണ്ട്. വലിയ കാര്യമല്ലേ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം സുഹൃത്തം കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറയുമ്പോഴാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയെങ്കിലും നമ്മളിപ്പം ഡയറക്ടറാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും നമ്മുടെ ഈ കഴിവ് കാരണം ആരെങ്കിലും എൻ്റർടൈൻഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഉപയോഗം ഉണ്ടാവുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സോൾ വിശ്വാസം. ഐ മീൻ ലൈക്ക് അത് തന്നെ. പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ ചിന്നിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇപ്പോൾ തമാശക്ക് പറഞ്ഞാൽ സിനിമയൊക്കെ നിർത്തി പതിയെ ഒരു ചെറിയ ഇങ്ങനത്തെ പിന്നെ ഒരു ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഞാൻ ഈ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന കഥ പറയുന്നു, എൻ്റെ ജോണറേ ഇതേ ജോണറേ അല്ല എൻ്റെ സിനിമ.